തിരുവനന്തപുരം വർക്കലയിൽ തെരുവുനായുടെ കടിയേറ്റ് ഗുരുതരാവസ്ഥയിലായ വൃദ്ധൻ മരിച്ചു. വർക്കല സ്വദേശി രാഘവനാണ് മരിച്ചത്. വിവരങ്ങളുമായി ജീവൻകുമാർ ചേരുകയാണ്. ജീവൻകുമാർ, അതിദാരുണമായ സംഭവം, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അഞ്ജു, ഇന്ന് രാവിലെ 4:30 വീട്ടിന്റെ വരാന്തയിൽ കിടന്നുറങ്ങുകയായിരുന്ന 90 വയസ്സുകാരനെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചു കയറിയത്. വർക്കല മുണ്ടയിൽ അങ്കനവാടിക്ക് സമീപം ചാരുവിള പുത്തൻ വീട്ടിൽ രാഘവനെയാണ് കൂട്ടമായി എത്തിയ നായ്ക്കൾ കടിച്ചു കുടഞ്ഞത്. മുഖത്തായിരുന്നു തെരുവ് നായ്ക്കളുടെ ആക്രമണം ഉണ്ടായത്. ആദ്യം അദ്ദേഹത്തിന്റെ മുഖം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. തുടർന്ന് കയ്യ്, കഴുത്ത്, തുട, പുറം എന്നിവിടങ്ങളിൽ ഗുരുതരമായ മുറിവേറ്റു. നിലവിളി കേട്ട് ഓടിയെത്തിയ അയൽവാസികളും ബന്ധുക്കളും ചേർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. വർക്കല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചതിനു ശേഷം അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെങ്കിലും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഉച്ചയ്ക്ക് 2:30 മരണം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. നാളെ രാവിലെയോടുകൂടി പോലീസ് എത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ട് കൊടുക്കും. അഞ്ജു, ശരി. ജീവൻകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പറമ്പിൽ ബസാറിൽ 2.5 വയസ്സുകാരിയെ തെരുവുനായ ആക്രമിച്ചു. കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. പറമ്പിൽ ബസാർ കിഴക്കേ പറമ്പത്ത് റംഷീദിന്റെ മകൾ 2.5 വയസ്സായ ഫാത്തിമ നസ്രിനാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആക്രമണത്തിൽ കുട്ടിയുടെ നെഞ്ചത്തും മുഖത്തും പരിക്കുകളേറ്റിട്ടുണ്ട്. കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. നായങ്ങൾ കൂട്ടായിട്ട് വരുത്തുണ്ട്. ഇന്നൊരു നായ ഉണ്ടായിട്ടുള്ളൂ കുട്ടീനെ കടിച്ച്. ഉമ്മ അടുത്തുണ്ടേനും അതിനോട് രക്ഷപ്പെട്ട. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പ്രദേശത്ത് സ്ഥിരമായി തെരുവുനായയുടെ ശല്യം ഉണ്ടാകാറുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തെ തെരുവുനായ മുക്ത സംസ്ഥാനമാക്കി മാറ്റുമെന്ന് KT ജലീൽ പറഞ്ഞു. ഇതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഒരു തെരുവുനായ മുക്ത സംസ്ഥാനമാക്കി, സ്ട്രേ ഡോഗ്സ് മുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്നുള്ളതാണ് വരുന്ന 5 വർഷം കൊണ്ട് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. അതിനായി തദ്ദേശ സ്ഥാപനങ്ങളിൽ പട്ടികളെയും നായ്ക്കളെയും വളർത്തുന്നതിന് ഒരു ലൈസൻസ് സമ്പ്രദായം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തെരുവ് നായ്ക്കളെ മുഴുവൻ വന്ധീകരണം നടത്തി ബ്ലോക്ക് അടിസ്ഥാനത്തിലോ ജില്ലാ അടിസ്ഥാനത്തിലോ ഓരോ ഡോഗ് പാർക്കുകൾ ഉണ്ടാക്കി അവിടെ പുനരധിവസിപ്പിക്കണം എന്നാണ് ആത്യന്തികമായി ലക്ഷ്യമിടുന്നത്. ശ്രീമതി മേനകാ ഗാന്ധി കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ, ഇവിടുത്തെ അവസ്ഥകൾ അതറിയാതെയാകും ഇങ്ങനെയൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടാവുക. മധ്യകേരളത്തിലെ പൂരം നടത്തിപ്പുമായി സഹകരിക്കില്ലെന്ന് വെടിക്കെട്ട് ലൈസൻസുകൾ. വെടിക്കെട്ടിനുള്ള മാനദണ്ഡം നടപ്പാക്കാതെ പൂരങ്ങളുമായി സഹകരിക്കില്ലെന്നും വെടിക്കെട്ട് ലൈസൻസുകൾ വ്യക്തമാക്കി. തൃശൂർ പൂരം വെടിക്കെട്ടുകാരുടെ ലൈസൻസുകൾ റദ്ദാക്കിയതിനു പിന്നാലെയാണ് തീരുമാനം. ഭാഗപത്രം, ഒഴിമുറി, ധനനിശ്ചയം, ഇഷ്ടദാനം തുടങ്ങിയവയ്ക്ക് ഏർപ്പെടുത്തിയ ബജറ്റിലെ നികുതി വർധന പിൻവലിക്കുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ കാര്യത്തിൽ മുൻ സർക്കാരിന്റെ കാലത്തെ സ്ഥിതി തുടരണമോ എന്നതടക്കമുള്ള കാര്യത്തിൽ സബ്ജക്ട് കമ്മിറ്റിയിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും ധനമന്ത്രി പറഞ്ഞു. 2016 കേരള ധനകാര്യ ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന പ്രമേയ ചർച്ചയ്ക്ക് നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു ധനമന്ത്രി. 2016 കേരള ധനകാര്യ ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന പ്രമേയ ചർച്ചയിൽ ഭരണ പ്രതിപക്ഷത്ത് നിന്ന് 14 അംഗങ്ങളാണ് പങ്കെടുത്തത്. ചർച്ചയ്ക്ക് തുടക്കമിട്ട മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ VS അച്യുതാനന്ദൻ UDFന്റെ അഴിമതികളെ തുറന്നുകാട്ടുകയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ രൂക്ഷമായ വിമർശനം നടത്തുകയും ചെയ്തിരുന്നു. ഈ സർക്കാരിന്റെ ധനബില്ലിന് ജനപക്ഷ മുഖമുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം ധനബില്ലിനെ പിന്തുണച്ചു. ഒഴിമുറി, ധനനിശ്ചയം തുടങ്ങിയ ആധാരങ്ങളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കണമെന്ന ആവശ്യമാണ് ബഹുഭൂരിപക്ഷം അംഗങ്ങളിൽ നിന്നും ചർച്ചയിൽ ഉയർന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാഗപത്രം, ഒഴിമുറി, ധനനിശ്ചയം, ഇഷ്ടദാനം എന്നിവയ്ക്ക് വർദ്ധിപ്പിച്ച 3% സ്റ്റാമ്പ് ഡ്യൂട്ടി പിൻവലിക്കുമെന്ന് ധനമന്ത്രി സഭയെ അറിയിച്ചു. നികുതി 1% അല്ലെങ്കിൽ മുൻ സർക്കാരിന്റെ കാലത്തേതുപോലെ 1000 രൂപ എന്ന നിലയിൽ വേണമോ എന്നത് സബ്ജക്ട് കമ്മിറ്റിയിൽ തീരുമാനിക്കുമെന്നും ധനമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ആഡംബര വാഹനങ്ങളുടെയും ടൂറിസ്റ്റ് ബസ്സുകളുടെയും തറവിസ്തീർണം കണക്കാക്കിയുള്ള നികുതി വർധനയുടെ കാര്യത്തിൽ സബ്ജക്ട് കമ്മിറ്റിയിൽ തീരുമാനമുണ്ടാകും.
കൂടാതെ ജുവലറി പർച്ചേസ് നികുതി വിഷയവും സബ്ജക്ട് കമ്മിറ്റി ചർച്ച ചെയ്ത് അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നും ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് സഭയിൽ ഉറപ്പു നൽകി. തുടർന്ന് പ്രമേയം പാസാക്കി 2016 കേരള ധനകാര്യ ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് അയച്ചു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. HIV ബാധിതന്റെ വെളിപ്പെടുത്തൽ. HIV ബാധിതനായിട്ടും ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നുവെന്നാണ് യുവാവിന്റെ വെളിപ്പെടുത്തൽ. കൊല്ലം സ്വദേശിയായ സവർഗരതിക്കാരൻ്റെതാണ് വെളിപ്പെടുത്തൽ. കുടുംബം പുലർത്താൻ വേണ്ടിയാണ് ലൈംഗിക തൊഴിൽ ചെയ്യുന്നതെന്നും എവിടെയും നീതി ലഭിക്കാത്തതിനാലാണ് ഇത് തുടരുന്നതെന്നും യുവാവ് പറഞ്ഞു. ചോദിക്കാൻ തുടങ്ങിയത് അനിലിന്റെ പ്രശ്നങ്ങൾ എന്താണ്, അനിൽ എന്തുകൊണ്ട് ഒരു HIV പോസിറ്റീവ് പേഷ്യന്റ് ആണെന്ന് അനിൽ തന്നെ പറഞ്ഞു. അത് ശരിയാണോ? അതെ, HIV പോസിറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞു. അത് HIV പ്രോജക്റ്റുകളുണ്ട്. HIV-ക്കാരെ HIV പോസിറ്റീവ് ആണെന്ന് അറിയിപ്പിക്കാൻ വേണ്ടി കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പ്രോജക്റ്റുകളുണ്ട്. അത് അല്ലാതെ നമ്മുടെ നാട്ടിൽ പറഞ്ഞു വിടാനും പറയും. രഹസ്യമായിട്ട് നാട് മൊത്തം HIV-ക്കാരെ അറിയിപ്പിക്കുകയും ചെയ്യും. അവരെങ്ങും ഇതിനെതിരെ ആർക്കും പ്രതികരിച്ചുകൂടാ. ഓട്ടോണമസ് ബോഡിയാണെന്നാ പറയുന്നത്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിക്ക്, കോടതിക്കോ അങ്ങനെ ഒന്നിനും ഇടപെടാൻ പറ്റത്തില്ല. ഒരുപാട് തരത്തിലുണ്ട്. ആർക്കും പ്രതികരിക്കാൻ വയ്യ. കാരണം പ്രതികരിക്കുന്നവര് സമൂഹത്തിന്റെ മുന്നിൽ പബ്ലിസിറ്റി ആവേണ്ടി വരുന്നു. സമൂഹത്തിലെ കോട്ടും വഞ്ചന അഴിമതി ചതിയൊക്കെ ചെയ്യുന്നവരെന്തിനാ അവരെന്നും പറഞ്ഞ് കൊണ്ടിട്ട് കൊടുക്കുന്നത്. അവരുടെ കള്ളത്തരങ്ങളും ചതികളും എല്ലാം. കൂടുതൽ വിവരങ്ങളുമായി രാജ്കുമാർ തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. രാജ്കുമാർ, സമൂഹത്തോട് യാതൊരു കടപ്പാടും ബാധ്യതയും ഇല്ല എന്ന് പറയുന്ന യുവാവ് ഒരുപക്ഷെ സമൂഹത്തിൽ നേരിടുന്ന ആ അവഗണന, അതിൽ നിന്നുണ്ടായ ഒരു പ്രതികാരം, അത് ആയുധമാക്കി നീങ്ങുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? നമുക്ക് ഒരു ഒറ്റവാക്കിൽ ഇതിനെ പ്രതികാരം എന്ന് പറയാനാവില്ല. ഇത് സമൂഹം അടിച്ചേൽപ്പിച്ചതാണ്. അയാളെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മറന്നു വെച്ചുകൊണ്ട് സ്വന്തം പ്രവൃത്തി മുമ്പ് സവർഗരീതിയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തിരുന്നോ അതിപ്പോഴും അഫക്ട് ചെയ്ത് അയാൾ തുടരുന്നത്. സുരക്ഷിതമായ ലൈംഗിക മാർഗം ആ യുവാവ് അവലംബിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ പലർക്കും ഇയാളുമായി ബന്ധപ്പെടുന്ന പലർക്കും HIV ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ ജില്ലാ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, അതുപോലെ ഇത് ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ്, അതുപോലെ വിവിധ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതി സമിതികളുണ്ട്. ഇവർക്കെല്ലാം ഈ പറഞ്ഞ യുവാവിനെ കുറിച്ച് നന്നായി അറിയാം. പക്ഷെ അവർക്ക് ഈ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് ഇയാളെ നല്ല നിലയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു. ഒരു തരത്തിലുള്ള കൗൺസിലിംഗിനും ഈ യുവാവ് ഇപ്പോൾ സഹകരിക്കുന്നില്ല. അയാൾക്ക് നീതി ലഭിക്കാത്തത് കൊണ്ടാണ് താൻ ഒന്നിനും സഹകരിക്കാത്തത് എന്നുള്ളതാണ് യുവാവ് ഏറ്റവും ഒടുവിൽ നമ്മളോട് പറഞ്ഞത്. ഇടുക്കിയിൽ തുലാമഴ ചതിച്ചാൽ ഇത്തവണ സംസ്ഥാനം ഇരുട്ടിലാകും. ഡാമിൽ അവശേഷിക്കുന്നത് 106 ദിവസത്തേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനുള്ള ജലം മാത്രമാണ്. തുലാമഴയുടെ കുറവും വേനൽക്കാലത്തെ ചൂടും ഇക്കുറി സംസ്ഥാനത്തെ ഇരുട്ടിലാക്കും. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കിയിൽ 959 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ജലം മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രതിദിനം 9 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് ഇടുക്കി പദ്ധതിയുടെ ഭാഗമായ മൂലമറ്റം പവർ ഹൌസിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതേ അളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ ഫെബ്രുവരി 5-ാം തീയതിയോടെ വൈദ്യുതി ഉൽപ്പാദനം നിലയ്ക്കും. പിന്നീട് വരുന്ന വേനൽക്കാലത്തും സ്ഥിതി വഷളാകും. ഈ സാഹചര്യത്തിൽ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുകയോ വൈദ്യുതി നിയന്ത്രണം വരുത്തുവാൻ സംസ്ഥാനം നിർബന്ധിതമാവുകയോ ചെയ്യും. ഞായറാഴ്ച 2348.56 ആണ് ഡാമിലെ ജലനിരപ്പ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 2362.04 ആയിരുന്നു ജലനിരപ്പ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. റേഷൻ കാർഡുകൾ പുതുക്കി നൽകുന്നതിൽ മുൻ സർക്കാർ വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ലെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി പി തിലോത്തമൻ. റേഷൻ കാർഡ് വിതരണത്തിൽ മുൻഗണനാ കരട് പട്ടികയിലെ അപാകതകൾ പൂർണ്ണമായി പരിഹരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. എന്നാൽ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് റേഷൻ കാർഡ് വിതരണത്തിലെ മുൻഗണനാ കരട് പട്ടികയിൽ ക്രമക്കേടുണ്ടെന്നും ഇതിൽ ജനങ്ങൾ ആശങ്കയിലാണെന്നും ചൂണ്ടിക്കാട്ടി വിഷയം അടിയന്തര പ്രമേയ ചർച്ചയ്ക്കായി നോട്ടീസ് നൽകിയത് മുൻ ഭക്ഷ്യമന്ത്രി കൂടിയായ അനൂപ് ജേക്കബ് ആയിരുന്നു. UDF സർക്കാർ വെച്ചിരുന്ന റേഷൻ കാർഡ് തയ്യാറാക്കലിലെ താലൂക്ക് ലെവൽ റാങ്കിംഗ് എന്നത് സ്റ്റേറ്റ് ലെവൽ റാങ്കിംഗ് ആക്കിയത് ഈ LDF സർക്കാരാണ്. എന്നിട്ട് ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയെന്ന് അനൂപ് ജേക്കബ് ആരോപിച്ചു. ഇപ്പോഴത്തെ കരട് പട്ടികയിലെ അപാകത പരിഹരിക്കാതെ തന്നെ അന്തിമ പട്ടിക വന്നാൽ ഭാവിയിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം മുൻ UDF സർക്കാർ റേഷൻ കാർഡുകൾ പുതുക്കി നൽകുന്നതിൽ വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ല. അതാണ് നിലവിലെ സാഹചര്യത്തിന് കാരണമായതെന്നും മറുപടിയായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി
തിലോത്തമൻ പറഞ്ഞു. മുൻഗണനാ പട്ടികയിൽ അനർഹർ കടന്നുകൂടാതിരിക്കാൻ സർക്കാർ കർശന നടപടി സ്വീകരിക്കും. കരട് പട്ടികയിലെ ആക്ഷേപത്തിനും പരാതിയിലും കൃത്യമായി പരിഹാരമുണ്ടാകുമെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കി. അർഹതയില്ലാത്തവർ നമ്മൾ നിശ്ചയിച്ച മാനദണ്ഡ പ്രകാരം അർഹതയില്ലാത്ത ആളുകൾ മുൻഗണനാ പട്ടിക വരുന്നുവെങ്കിൽ അത് കർശനമായിട്ട് നേരിടേണ്ടതായിട്ടുണ്ട്, കർശനമായിട്ട് പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പ്രോസസ്സ് ശരിയായിട്ട് നമ്മൾ നിർവഹിക്കേണ്ടത്. ആ കാര്യം നമുക്ക് നിർവഹിച്ചാൽ തീർച്ചയായും നമുക്കിവിടെ ശരിയായ ഒരു പട്ടിക തയ്യാറാക്കി യഥാർത്ഥ അർഹർക്ക് റേഷൻ വിതരണം ചെയ്യാൻ കഴിയുന്നൊരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയും. അതിപ്പോൾ സാധാരണഗതിയിൽ ആ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സ്ഥിതിയിലായിട്ടുണ്ട്. ഇപ്പോൾ ആ വിഷയത്തിന്മേൽ ഒരു സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. റേഷൻ സാധനങ്ങൾ വെട്ടിക്കുറച്ചപ്പോൾ UDF സർക്കാർ വേണ്ട രീതിയിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയില്ല. മുൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രി KV തോമസിന്റെ നിലപാടുകളാണ് സംസ്ഥാനത്തിന് തിരിച്ചടിയായിരിക്കുന്നതെന്നും മന്ത്രി V തിലോത്തമൻ ചൂണ്ടിക്കാട്ടി. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. എന്നാൽ റേഷൻ കാർഡ് മുൻഗണനാ പട്ടികയുടെ കാര്യത്തിൽ സർക്കാർ വേണ്ടത്ര ഹോംവർക്ക് ചെയ്തില്ല. സർക്കാർ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഗുരുതരമായ പിഴവാണ് നടപടിക്രമങ്ങളിൽ സർക്കാരിന് ഉണ്ടായിരിക്കുന്നതെന്നും തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷവും KM മാണി വിഭാഗവും നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനം അതിരൂക്ഷമായ വരൾച്ചയാണ് നേരിടാൻ പോകുന്നതെന്ന് ജലവിഭവ മന്ത്രി മാത്യു ടി തോമസ്. മഴ ചതിച്ചതിനെ തുടർന്ന് ഗുരുതരമായ ജലദൗർലഭ്യമാണ് അനുഭവപ്പെടുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 1258.5 ദശലക്ഷം മീറ്റർ കുടിവെള്ളം മീറ്റർ ചെയ്യപ്പെടുന്നില്ലെന്നും മന്ത്രിസഭയെ രേഖാമൂലം അറിയിച്ചു. ഇത്തവണ മഴയിലുണ്ടായ വലിയ കുറവ് പ്രതികൂലമായാണ് സംസ്ഥാനത്തെ ബാധിച്ചത്. ഈ സാഹചര്യത്തിൽ രൂക്ഷമായ വരൾച്ചയെയാണ് കേരളം നേരിടാൻ പോകുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് പറഞ്ഞു. മഴ ചതിച്ചതിനെ തുടർന്ന് ഗുരുതരമായ ജലദൗർലഭ്യമാണ് അനുഭവപ്പെടുന്നതെന്നും മന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. നിലവിലുള്ള ജലസ്രോതസ്സുകളിലെ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിനും ജലസംരക്ഷണത്തിനുമുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി വ്യക്തമാക്കി. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ജലത്തിൻ്റെ ലഭ്യതയും അതിൻ്റെ തോടുകളുടെയും ഒക്കെ പശ്ചാത്തലത്തിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഡേറ്റാ ബാങ്ക് രൂപപ്പെടുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. തോടുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു യാഥാർത്ഥ്യമാണ് സാർ. അതുകൊണ്ട് തോടുകളിലെ, നദികളിലെയും പുഴകളിലെയും എല്ലാം ജലസാന്നിധ്യം ഉറപ്പാക്കാൻ തക്കവണ്ണമുള്ള ജനകീയ പങ്കാളിത്തമുള്ള പദ്ധതികൾ ഹരിത കേരളം മിഷൻ ഉന്നമിക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു ആവശ്യമായി, നാടിൻ്റെ ഒരു ആവശ്യമായി തന്നെ നാം കരുതി കൂട്ടായ പ്രവർത്തനങ്ങൾ, യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. സംസ്ഥാനത്ത് പമ്പ് ചെയ്യപ്പെടുന്ന കുടിവെള്ളത്തിൽ 50% മാത്രമാണ് മീറ്റർ ചെയ്യപ്പെടുന്നത്. പ്രതിദിനം 1258.5 ദശലക്ഷം ലിറ്റർ കുടിവെള്ളമാണ് മീറ്റർ ചെയ്യപ്പെടാതെ പോകുന്നതെന്ന് മന്ത്രി മാത്യു ടി തോമസ് റോഷി അഗസ്റ്റിന് മറുപടിയായി സഭയെ രേഖാമൂലം അറിയിച്ചു. ചോർച്ച, പൈപ്പുകളുടെ കാലപ്പഴക്കം മൂലമുള്ള ചോർച്ച, ജലമോഷണം, മണ്ണിനടിയിൽ നിന്നുള്ള അറിയപ്പെടാത്ത ലീക്കുകൾ എന്നിവയാണ് ഇതിന് കാരണം. പ്രതിദിനം 2517 ദശലക്ഷം ലിറ്റർ കുടിവെള്ളമാണ് പമ്പ് ചെയ്യുന്നതെന്നും മന്ത്രി അറിയിച്ചു. നദീജല കരാറുകൾ പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നതായും ജലനയം സർക്കാർ പുതുക്കുമെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. ചന്ദ്രബോസ് വധക്കേസ് പ്രതി നിസാമിന്റെ ഫോൺ വിളിയിൽ ജയിലിൽ സുരക്ഷാ പാളിച്ച ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജയിലിനകത്തല്ല, ബംഗളൂരു യാത്രയ്ക്കിടയിലാണ് നിസാം ഫോൺ ഉപയോഗിച്ചതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. നിസാമിന് സർക്കാർ വഴിവിട്ട സഹായങ്ങൾ നൽകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടം 2017 ഏപ്രിലിൽ പൂർത്തിയാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ചന്ദ്രബോസ് വധക്കേസ് പ്രതി നിസാം ജയിലിൽ ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ട് വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സർക്കാർ ഇടപെട്ടു. ജയിലിൽ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട് സുരക്ഷാ പാളിച്ച ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. ബംഗളൂരു യാത്രക്കിടെയാണ് നിസാം ഫോൺ ഉപയോഗിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജയിലിന് പുറത്തുവെച്ച് നടന്ന സംഭവമായതിനാൽ ഇക്കാര്യത്തിൽ ജയിൽ സുരക്ഷാ പാളിച്ച ഉണ്ടായിട്ടില്ല എന്നും ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായിട്ടില്ല എന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അനാവശ്യമായ സൗകര്യങ്ങൾ, ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട സൗകര്യം ഈ നിഷാമിന് നൽകുന്നതിനോട് സർക്കാരിന് യാതൊരു യോജിപ്പുമില്ല. അങ്ങനൊരു കാര്യം സംഭവിക്കില്ല. യാത്രക്കിടെ മൊബൈലിൽ സംസാരിക്കാൻ അവസരം നൽകിയതിന് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. അതേസമയം മാധ്യമപ്രവർത്തകനുമായി നിസാം ഫോണിൽ സംസാരിച്ചുവെന്ന പരാതി ഗൗരവതരമാണെന്നും ഇതിൽ അടിയന്തരമായി പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഉപക്ഷേപത്തിന് മറുപടിയായി പറഞ്ഞു. കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടം 2017 ഏപ്രിലിൽ പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രി ഹൈബീഡന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ നിർമ്മാണ പ്രവൃത്തികൾ
2017 ഏപ്രിൽ മാസത്തിൽ ആദ്യ റീച്ച് പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുരോഗമിക്കുന്നത്. എല്ലാ സിവിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും 2017 ജനുവരിയോടെ പൂർത്തീകരിക്കുന്നതിനായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആദായനികുതി ഇളവുകൾ സ്ഥലമുടമകൾക്ക് നൽകണം എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. മഹാരാജാസ് മുതൽ പേട്ട വരെയുള്ള രണ്ടാം ഘട്ടത്തിന്റെ പണിയിൽ വീഴ്ച വരുത്തിയ 2 കരാറുകാരെ മാറ്റി നിർത്തിയതായും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. നിയമസഭയിൽ നിന്നും എസ് ഷീജ. ജേക്കബ് തോമസിനെതിരായ അന്വേഷണ വിഷയത്തിൽ സിബിഐക്കെതിരെ സംസ്ഥാന സർക്കാർ. അന്വേഷണത്തിന് തയ്യാറാണെന്ന സിബിഐ സത്യവാങ്മൂലം സംശയകരമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. സിബിഐ ഡയറക്ടർക്ക് കത്തയച്ചു ജേക്കബ് തോമസിന്റെ നടപടി അനുചിതമെന്ന നിലപാടുമായി സിബിഐയും രംഗത്തെത്തി. ജേക്കബ് തോമസിനെതിരായ ഹർജിയിൽ സിബിഐ നടപടികൾ അസ്വാഭാവികമെന്ന വിലയിരുത്തലാണ് സംസ്ഥാന സർക്കാരിൻ്റേത്. കോടതി ആവശ്യപ്പെടാതെ തന്നെ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സിബിഐ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചതിലാണ് സംസ്ഥാന സർക്കാർ അസ്വാഭാവികത കാണുന്നത്. ഇക്കാര്യം ഇന്ന് കേസ് പരിഗണിക്കവേ സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് അഡ്വക്കേറ്റ് ജനറലിന് ഹാജരാകുന്നതിനു വേണ്ടി സർക്കാർ സാവകാശം ചോദിച്ചത്. കേസ് ഇന്ന് പരിഗണിച്ചപ്പോൾ ജേക്കബ് തോമസിനെതിരായ ശക്തമായ നിലപാടുമായി സിബിഐ അഭിഭാഷകൻ രംഗത്തെത്തി. സിബിഐ ഡയറക്ടർക്ക് കത്തയച്ച ജേക്കബ് തോമസിന്റെ നടപടി അനുചിതമെന്നാണ് സിബിഐ സ്റ്റാൻഡിംഗ് കൗൺസിൽ കോടതിയിൽ വിശേഷിപ്പിച്ചത്. സർക്കാരിൻ്റെയും സിബിഐയുടെയും നിലപാട് പ്രാഥമികമായി കേട്ട കോടതി കേസ് വാദം കേൾക്കുന്നതിനായി അടുത്ത മാസം 3 മാറ്റി. സർവീസിലിരിക്കെ ജേക്കബ് തോമസ് അവധിയെടുത്ത് അധ്യാപകനായി ജോലി നോക്കിയത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സിബിഐ സ്വീകരിച്ച നടപടികളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലെത്തുന്ന നിരവധി കേസുകളിൽ അന്വേഷണത്തിന് തയ്യാറല്ലെന്ന നിലപാടാണ് സിബിഐ സാധാരണ സ്വീകരിക്കുക. എന്നാൽ ജേക്കബ് തോമസിനെതിരായ കേസിൽ മാത്രം കേസ് ഏറ്റെടുക്കാൻ അനാവശ്യ തിടുക്കം സിബിഐ കാണിച്ചു എന്ന് സർക്കാർ വിലയിരുത്തുന്നു. കോടതി നിലപാട് ആരായുന്നതിന് മുൻപ് തന്നെ സിബിഐ സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇതും നിയമവിദഗ്ധരെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. ജേക്കബ് തോമസിനെ കുടുക്കാനുള്ള അഴിമതിക്കാരുടെ നീക്കത്തിന് സിബിഐ കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഉമ്മൻചാണ്ടിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ടെസ്റ്റ് ഡോസ് മാത്രമാണെന്ന് VS അച്യുതാനന്ദൻ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ തട്ടിപ്പ് കേസിൽ ശിക്ഷിക്കപ്പെടുന്നത്. സാമൂഹ്യ ജീവിതം ചിട്ടപ്പെടുത്താനും മെച്ചപ്പെട്ടതാക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും VS പറഞ്ഞു. 2016 ധനകാര്യ ബില്ലിൽ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു VS.